ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് ഞാൻ കാണിക്കുന്നത് 2 റെസിപ്പികളാണ്. രണ്ടും നമുക്ക് ഈദിന് ഉണ്ടാക്കാൻ പറ്റുന്ന കേട്ടോ. പെരുന്നാളിന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല 2 ഡെസേർട്ടിൻ്റെ റെസിപ്പികളാണ് കാണിക്കുന്നത്. എന്നാൽ ഇതിൽ ജെലാറ്റിനോ അല്ലെങ്കിൽ ചൈന ഗ്രാസോ അങ്ങനത്തെ ഒരു സാധനവും വേണ്ട. പിന്നെ ആണെങ്കിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസും ഇല്ല കേട്ടോ. നമ്മളെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള 2 ഡെസേർട്ട്സ്. ആദ്യം തന്നെ നമ്മളൊരു പാത്രം വെച്ച് കൊടുക്കുക. അതിലേക്ക് ഇപ്പം പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു 3 കപ്പ് പാലിൻ്റെ അളവിലാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഒരു 3 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് തിള വരട്ടെ. ഒന്ന് തിളച്ചാൽ മതി. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നല്ല പാലൊന്ന് ചൂടായിട്ടുണ്ട്. ഒന്ന് തിള വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രഷ് ക്രീം ഇവിടെ നല്ല കട്ടിയിലാണ് കിട്ടുക. അപ്പോൾ ഞാനത് കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് മിക്സിയിൽ ഒന്ന് അരച്ചെടുത്തതാണ് കേട്ടോ. ഒരു 3/4 കപ്പുണ്ട്. പാലും കൂട്ടിയിട്ട് ഒന്ന് ലൂസാക്കി എടുത്തത്. അപ്പോൾ ഒരു 3/4 കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ഫ്രഷ് ക്രീം മതി കേട്ടോ. ബാക്കി നമുക്ക് പാലും കൂടെ ഒഴിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് അടിച്ചെടുത്താൽ മതി. അപ്പോൾ അതും കൂടെ ചേർത്തതിന് ശേഷം പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കണമെങ്കിൽ അതും ചേർക്കട്ടെ. നമ്മളിപ്പം ഫ്രഷ് ക്രീമൊക്കെ നല്ലോണം ചേർക്കണോണ്ട് പിന്നെ ഒരു മിൽക്ക് മെയ്ഡിൻ്റെ ആവശ്യം വരുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ ചേർത്താൽ ഒന്നും കൂടെ ടേസ്റ്റി ആവും. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് കോൺഫ്ലോർ ആണ്. 4 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ കോൺഫ്ലോർ എടുത്തത്. അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കുക. കട്ടയില്ലാണ്ടൊന്ന് കലക്കിയെടുക്കുക കേട്ടോ. പാലിന് അങ്ങനെ ഒരു കറക്റ്റ് അളവില്ല. ഒരു 2 3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കലക്കിയെടുക്കുക. അപ്പോൾ അത് കട്ടയില്ലാണ്ട് കലക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിള വരുന്ന സമയത്ത് ഇത് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒഴിച്ച് കൊടുത്തിട്ട് ആ ഒഴിക്കുന്നതോട് കൂടി തന്നെ നമ്മൾ ഇളക്കിയും കൊടുക്കണം. പെട്ടെന്ന് ഇത് കട്ടിയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഒരുപാട് കട്ടിയിലല്ല ഇത് എടുക്കുന്നത്. ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഡെസേർട്ട് എന്ന് പറയുന്നത് നമ്മൾ സ്പൂൺ കൊണ്ട് കോരി തിന്നുന്ന ഒരു ഡെസേർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കോൺഫ്ലോർ ഇതിൽ ചേർക്കണ്ട കേട്ടോ. അപ്പോൾ അതൊന്ന് തിള വരുന്നിട്ടുണ്ട്. 2 മിനിറ്റ് നേരം അതൊന്ന് നന്നായിട്ട് വേവട്ടെ കേട്ടോ. ആ ഒരു കോൺഫ്ലോറിൻ്റെ പച്ച ചൊയയൊക്കെ ഒന്ന് മാറി വരണം. 2 3 മിനിറ്റ് നേരം നന്നായിട്ട് ഇത് തിളച്ചോട്ടെ. അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് നല്ല ഇതിലേക്ക് വരിക കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് വേവട്ടെ. ഇപ്പോൾ അത് നന്നായിട്ട് 2 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്യാണ് കേട്ടോ. ഈ ഒരു കോൺഫ്ലോറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ കുറച്ച് വെനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ വെനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇതിപ്പോൾ ഒരു പായസത്തിൻ്റെ കട്ടിയേ ഇതുള്ളൂ കേട്ടോ. ഈ ഒരു കട്ടിയിലാണ് എടുക്കേണ്ടത്. നിങ്ങൾക്ക് നല്ല മുറിച്ചെടുക്കാൻ പറ്റുന്ന പുഡിങ്ങാണ് വേണ്ടിയെങ്കിൽ നിങ്ങൾ നല്ലോണം ഈ കോൺഫ്ലോറിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അതാ ഞാൻ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ ബേസ് കൊടുക്കുന്നത് ബ്രെഡാണ്. അപ്പോൾ ദാ ബ്രെഡ് എടുത്തിട്ട് 4 ഭാഗവും ഇതിൻ്റെ സൈഡൊന്ന് മുറിച്ച് ഒഴിവാക്കണം കേട്ടോ. ആ മുറിച്ച് ഒഴിവാക്കണ്ടില്ല. ഞാൻ എപ്പോഴും പറയുന്നതാണ് അത് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ആ 4 ഭാഗം ഒന്ന് ഇതാക്കുന്നുണ്ട്. ഒരു നമ്മളെ പുഡിങ്ങിന് ഒരു വൈറ്റ് കളർ വരാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ സൈഡ് ഒഴിവാക്കുന്നത്. ഇപ്പോൾ ദാ ഇതുപോലെ 4 ഭാഗവും നമ്മൾ സൈഡൊന്ന് കട്ട് ചെയ്യുക. അപ്പോൾ അതെല്ലാ ബ്രെഡും ഏത് ചെമ്പിലാണോ അല്ല ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യണത് അതിനനുസരിച്ചാണ് ബ്രെഡിൻ്റെ അളവ് കേട്ടോ. ഇനിയിപ്പോൾ ദാ കുറച്ച് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചപ്പാലാണ്. ആ പാലിൽ ഓരോ ബ്രെഡും ഞാനൊന്ന് സോക്ക് ചെയ്തിട്ട് ജസ്റ്റ് നല്ലോണം ഒന്ന് സോക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. ഈ ഡെസേർട്ട് ശരിക്കും നമ്മൾ ഓരോ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളില്ലേ, ഒരാൾക്ക് ഒന്ന് വെച്ച് കഴിക്കാൻ പറ്റുന്ന ചെറിയ ഗ്ലാസ് അങ്ങനത്തെ പാത്രത്തിലാണ് ഇത് സെറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഞാനിപ്പോൾ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പാത്രം ഇപ്പം എൻ്റെ അടുത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇതിൽ വെച്ച് ഇതാക്കുന്നതേ ഉള്ളൂ. കാരണം ഇതിങ്ങനെ നമുക്ക് മുറിച്ചെടുക്കുന്ന ഡെസേർട്ടല്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് പാലിലൊന്നും കൂടെ സോക്ക് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ബ്രെഡ് മാത്രം വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയ കസ്റ്റർഡും കൂടി വെച്ച് കൊടുത്താൽ നിങ്ങൾക്ക് മുറിച്ചെടുക്കാൻ വേണ്ടി പറ്റും. പക്ഷെ അതിനെക്കാട്ടിലും ടേസ്റ്റ് ഇതാണ് കേട്ടോ. ഇങ്ങനെ ചെയ്ത് നോക്ക്. അപ്പോൾ ദാ 4 ബ്രെഡ് ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് പാലിൽ സോക്ക് ചെയ്തതിന് ശേഷം ആ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഗ്ലാസ്സിലാണ് സെറ്റ് ചെയ്യണമെങ്കിൽ ചെറിയ ചെറിയ പീസാക്കി ബ്രെഡ് മുറിച്ചിട്ട് ഓരോ ഗ്ലാസിൻ്റെ വലിപ്പത്തിലുള്ള പീസാക്കി മുറിച്ചിട്ട് ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അത് അതിൻ്റെ മേലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മിൽക്കിൻ്റെ കൂട്ട് കേട്ടോ. നമ്മളെ കോൺഫ്ലവറും പാലും കൂടെ ഇതാക്കിയത് അതില്ലേ മേലെ ഒഴിച്ച് കൊടുക്കുക. ഇത്ര ലൂസായിട്ട് വേണം കേട്ടോ. അധികം കട്ടിയായി പോയാൽ ഇതിങ്ങനെ സെറ്റായി പോകും. എന്താ പറയുക, അങ്ങനെ വേണ്ട. നമുക്കിങ്ങനെ കോരി കഴിക്കുന്ന രീതിയിലാണ് ഇതിപ്പോൾ ഞാൻ പറയുന്നത്. ഈ ഒരു രീതിയിൽ മതി. ഇപ്പോൾ നന്നായിട്ട് അതിൻ്റെ ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ നന്നായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ ഇതുപോലെ കംപ്ലീറ്റ് ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഒരു പകുതി അവിടെ മാറ്റി വെക്കുക. 2 ലെയറായിട്ടാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ രണ്ടാമത്തെ ലെയർ പിന്നെയും നമ്മൾ ബ്രെഡ് തന്നെ വെച്ച് കൊടുക്കുക. ആ ഒരു പാലിൽ നല്ലോണം മുക്കിയിട്ട് ഒന്ന് ബ്രെഡ് ഒന്നും കൂടെ വെക്കുക. ഇതിങ്ങനെ അലിഞ്ഞ് പോകട്ടെ. ഇങ്ങനെ എന്താ പറയുക, വായിലിട്ടാൽ അലിഞ്ഞ് പോണ പുഡിംഗ് എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു പുഡിംഗാണ് കേട്ടത്. അതിനാണ് നമ്മൾ പാലിൽ ഒന്നും കൂടെ സോക്ക് ചെയ്ത് എടുക്കുന്നത്. ഇപ്പോൾ ദാ 4 കഷ്ണം ബ്രെഡും ഞാൻ ഇതേപോലെ തന്നെ രണ്ടാമത്തെ ലെയറായിട്ട് വെച്ച് കൊടുത്ത്. ഇനിയിപ്പം ബാക്കിയുള്ള നമ്മളെ മിൽക്കിൻ്റെ ഇത് മൊത്തത്തിൽ ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാലും ഇത് ഒരുപാടങ്ങ് സെറ്റായിട്ട് വരൂല കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെയാണ് വരിക. നല്ല ടേസ്റ്റിയാണ്. ഞാൻ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഞാൻ അത്രയും ഗ്യാരണ്ടി തരാം കേട്ടോ. ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ദാ രണ്ടാമത്തെ ലെയറും ഞാൻ ഫുള്ളായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ പാല് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.
അത് കംപ്ലീറ്റ് ഒഴിച്ച് കൊടുത്തുട്ടോ. ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുക. ഒന്ന് തണുപ്പാവണം. തണുപ്പായിട്ട് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഫ്രഷ് വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തതാണ് ഞാനിത്. അപ്പോൾ അതിൻ്റെ ശേഷം ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ഇങ്ങനെ നോസിൽ വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വരക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ലൈൻസ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങളെ കലാബോധം അനുസരിച്ച് അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കംപ്ലീറ്റ് ഇതിൻ്റെ മേലെ ഫുള്ളായിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീമും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു ചോക്ലേറ്റ് വൈറ്റ് ആയതുകൊണ്ട് ഇതിൽ കാണുന്നില്ല. പക്ഷേ ഞാൻ ചേർക്കണം എന്താണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുത്താൽ അത് കടിക്കുന്ന സമയത്ത് ഒന്നും കൂടെ ഒരു ടേസ്റ്റാണ്. ആ ഒരു വൈറ്റ് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റും കൂടെ വരും. അപ്പോൾ അത് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ അതെൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നത്. അപ്പോൾ അതുള്ളതുകൊണ്ട് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തതാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് പിസ്ത ആണ്. അന്ന് ഞാൻ ക്രഷ് ചെയ്ത് കൊണ്ടുവന്നതാണ് ഇട്ടത്. പിസ്തൻ്റെ എന്താ പറയുക, കുറച്ച് പൊടി എന്ന് പറഞ്ഞുകൂടാ, പിസ്ത കുറച്ച് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതിൻ്റെ മേലെ നിറച്ച് ഇട്ട് കൊടുക്കുക. തിന്നുമ്പോഴും ടേസ്റ്റാണ്, അതേപോലെ തന്നെ കാണാനും ഭംഗിയാണ്. പിസ്ത ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പീനട്ടോ അല്ലെങ്കിൽ ബദാമോ അണ്ടിപ്പരിപ്പോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് നിറച്ച് ഈ ഒരു പിസ്ത ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പറഞ്ഞല്ലോ നമുക്ക് മുറിച്ചെടുക്കുന്ന ഒരു ഇതല്ല, സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി എടുക്കുന്നതാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. വേറെ പൊളി സാധനമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനിയിപ്പോൾ അടുത്ത രണ്ടാമത്തെ ഡെസേർട്ട് കാണിക്കുന്നത് ഞാൻ ഇതുപോലത്തെ അല്ല, കുറച്ച് മുറിച്ചെടുക്കുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ ഞാനൊരു 1.5 കപ്പ് പാലാണ് ഒഴിച്ച് കൊടുത്തത്. 1.5 കപ്പ് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ പാല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 3/4 കപ്പ് തന്നെ ഞാൻ ഫ്രഷ് ക്രീം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാലും കൂട്ടിയിട്ട് അടിച്ചെടുത്തതാണ് കേട്ടത്. 1/2 കപ്പ് തന്നെയാണ് ഇതിലേക്കും ഞാൻ ഫ്രഷ് ക്രീം എടുത്തത്. ബാക്കി പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുത്തതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിള വരട്ടെ. തിള വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ഇതിൽ ചേർക്കണത്. കസ്റ്റാർഡ് പൗഡർ അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. കട്ടല്ലാണ്ട് ഒന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതിനൊരു കസ്റ്റേർഡിൻ്റെ ഫ്ലേവറാണ് വരിക. ബാക്കി നമ്മൾ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ പുഡിങ് നമ്മൾ ബ്രെഡല്ല, നമ്മൾ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് കട്ടല്ലാണ്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ. 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നോക്കിയിട്ട് അതൊക്കെ പഞ്ചസാരയൊക്കെ അങ്ങനെ കറക്റ്റ് അളവ് പറയാൻ കഴിയില്ല. ഓരോരുത്തരുടെ മധുരത്തിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവട്ടെ. മെൽറ്റായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കസ്റ്റേർഡിൻ്റെ മിക്സ് ഇല്ലേ, അത് ഒഴിച്ച് കൊടുക്കട്ടെ. അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് കലക്കണം. ഇതിപ്പോൾ 1.5 കപ്പ് പാലല്ലേ എടുത്തിട്ടുള്ളൂ. ഇത് കുറച്ച് കട്ടിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പാല് കുറച്ചത് കേട്ടോ. ഇത് ലൂസല്ല വേണ്ടിയത്, നല്ല കട്ടിയിലാണ് ഈ ഒരു കസ്റ്റാർഡ് വേണ്ടിയത്. അപ്പോൾ ഇളക്കിങ്ങോണ്ട് നിൽക്കുക, നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ കൈയെടുക്കാണ്ട് ഇളക്കിങ്ങോണ്ട് നിൽക്കുക കേട്ടോ. ഇതും ഞാൻ പറഞ്ഞ പോലെ തന്നെ കസ്റ്റാർഡ് ഒന്ന് വെന്ത് വരണം. 2-3 മിനിറ്റ് നേരം തിളപ്പിക്കണം. കട്ടിയായി എന്ന് വെച്ചിട്ട് നിങ്ങൾ തീ ഓഫ് ചെയ്യരുത് കേട്ടോ. തീ ഓണാക്കി വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇളക്കിങ്ങോണ്ട് നിൽക്കുക. ഇളക്കിങ്ങോണ്ട് നിൽക്കുന്ന സമയത്ത് ഇത് കട്ടല്ലാണ്ട് നല്ലതായിട്ട് വെന്ത് വന്നോളും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 മിനിറ്റ് നേരം തിളക്കട്ടെ. ഇതിപ്പോൾ ഇനി ചൂടാറുന്ന സമയത്ത് ഒന്നും കൂടെ കട്ടിയാവുകയും ചെയ്യും കേട്ടോ. ഇപ്പോൾ നമ്മളെ കസ്റ്റർഡ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യണേ. ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് വെനില എസൻസ് ഇതിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ വെനില എസൻസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു വെനില എസൻസിൻ്റെ ടേസ്റ്റും കൂടെ വന്നോളൂ. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഈ പുഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് കോഫി വേണം. അപ്പോൾ ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ നെസ്കഫേൻ്റെ കോഫി പൗഡറാണ് എടുക്കുന്നത്. 1 ടീസ്പൂൺ കോഫി പൗഡർ എടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. നല്ല ചൂടുള്ള വെള്ളം, തിളച്ച വെള്ളം ഒരു 1/2 കപ്പോളം ഒഴിച്ചോ കേട്ടോ. അതിന് ഒരു കറക്റ്റ് അളവൊന്നുമില്ല, നമുക്ക് ബിസ്ക്കറ്റ് മുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒരു 1/2 കപ്പോളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇതിൽ പഞ്ചസാര ഒന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഇത് മാത്രം മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ വേണ്ടത് നമ്മൾ ഇത് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ പാത്രം എടുത്ത് വെക്കുക. തൊട്ടടുത്ത് തന്നെ കോഫിയും വെക്കുക. പിന്നെ വേണ്ടത് കുറച്ച് ബിസ്ക്കറ്റാണ്. ഏത് ടൈപ്പിലുള്ള ബിസ്ക്കറ്റ് കൊടുക്കട്ടോ. നിങ്ങൾക്ക് ഓറിയാണ് ഇഷ്ടമെങ്കിൽ ഓറിയോ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ് ഇഷ്ടമെങ്കിൽ അത് എടുക്കുക. കുക്കീസ് ആണെങ്കിൽ അത് എടുക്കുക. ഇഷ്ടമുള്ള എടുക്കുക. ഞാനിവിടെ ടീ ബിസ്ക്കറ്റാണ് എടുത്തത്. ഇനിയിപ്പോൾ ഓരോ ബിസ്ക്കറ്റ് നമ്മൾ എടുക്കുക. ചെറിയ ടൈപ്പിലുള്ള ടീ ബിസ്ക്കറ്റാണത്. അത് നമ്മൾ നന്നായിട്ട് ആ ഒരു കോഫിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഓരോ ബിസ്ക്കറ്റും നമ്മൾ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ആ ഒരു പാത്രത്തിന് ലെവലായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഫസ്റ്റ് ലെയർ നമ്മൾ ബിസ്ക്കറ്റാണ് വെക്കുന്നത്. അപ്പോൾ സിമ്പിളാണ്, ഒരുപാട് ഇൻഗ്രീഡിയൻസോ ഒന്നുമില്ല. പഞ്ചസാരയും കസ്റ്റർഡ് പൗഡർ എല്ലാവരുടെ അടുത്തും ഉണ്ടാവും. കസ്റ്റർഡ് പൗഡർ വെച്ചിട്ട് ഇപ്പോൾ ഒരുപാട് ഡ്രിങ്ക്സും അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരുടെ അടുത്തും ഉണ്ടാകുന്ന സാധനമാണ് ഈ ഒരു കസ്റ്റർഡ് പൗഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലെയറായിട്ട് ഫസ്റ്റ് ഫുള്ള് ഞാൻ ബിസ്ക്കറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കോഫി ഞാൻ ഇതിൻ്റെ മേലെ ഒന്നും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടെ ആ ഒരു കോഫിൻ്റെ ഫ്ലേവർ നല്ലോണം വരാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് 2-3 ടീസ്പൂൺ നോക്കിയിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുക. ഇങ്ങനെ ഒഴിച്ചതിൻ്റെ ശേഷം ഇനിയിപ്പോൾ നമ്മൾ കസ്റ്റേർഡാണ് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നത്. കസ്റ്റേർഡ് ഇപ്പോൾ കണ്ടില്ല, ഒന്ന് ചൂടാറിയപ്പോൾ ഒന്നും കൂടെ കട്ടിയായി. ഈ ഒരു കട്ടിയിലാണ് നമുക്ക് കസ്റ്റേർഡ് വേണ്ടി കേട്ടോ.
അപ്പോൾ അത് കസ്റ്റർഡ് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. പകുതി നേർപകുതി എടുക്കുക. ഞാനിതും 2 ലെയറായിട്ടാണ് ചെയ്യണത്. അപ്പോൾ നേർപകുതി ആക്കിയിട്ട് പകുതി ഇപ്പോൾ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ലെവൽ ചെയ്തെടുക്കുക കേട്ടോ സ്പൂൺ കൊണ്ട്. പിന്നെ കുറച്ചും കൂടെ ഹൈറ്റുള്ള പാത്രമാണെങ്കിൽ കാണാനും ഭംഗിയുണ്ടാവും കേട്ടോ. ഇപ്പം ഞാൻ ഇവിടെ ആയതുകൊണ്ടേ ഒരുപാട് പാത്രങ്ങൾ എൻ്റെ അടുത്തില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് വെച്ചിട്ട് ചെയ്യണത്. കുറച്ചും കൂടെ ഹൈറ്റുള്ള പാത്രമാണെങ്കിൽ ഒന്നും കൂടെ കാണാൻ ഭംഗിയുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ലെയർ കസ്റ്റർഡ് ഞാൻ നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരേപോലത്തെ ലെവലിൽ വരണം കേട്ടോ. ഒരു സ്പൂണോ അല്ലെങ്കിൽ നൈഫൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അടുത്തത് മാറ്റി പിന്നെ നമ്മൾ കുറച്ചുകൂടെ ബിസ്ക്കറ്റ് എടുക്കുക. ബിസ്ക്കറ്റ് ഇതേപോലെ തന്നെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ നല്ലോണം ഒന്ന് കോഫിയിലൊന്ന് മുക്കിയിട്ട് ആ ഒരു കോഫിയിൽ മുക്കിയതിന് ശേഷം ഇതിലേക്ക് രണ്ടാമത്തെ ലെയറായിട്ട് വെച്ച് കൊടുക്കുക. ഇതും ഫുള്ളായിട്ട് ഫസ്റ്റ് ലെയർ വെച്ച പോലെ തന്നെ ഫുള്ള് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫുള്ള് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മാറ്റി ബാക്കിയുള്ള കസ്റ്റർഡ് മൊത്തം ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഹൈറ്റുള്ള പാത്രം വേണമെന്ന് പറയാൻ കാരണം ഇതിപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ മേലെ വരെ എത്തിപ്പോയി. കുറച്ച് ഹൈറ്റ് കൂടുതലുണ്ടെങ്കിൽ താഴെ വെച്ചിട്ട് നമുക്കിത് ലെവൽ ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഇതിപ്പോൾ പാത്രത്തിൻ്റെ മേലെ വന്ന് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ഹൈറ്റുള്ള പുഡിംഗ് ട്രേകളില്ലേ അങ്ങനത്തെ ട്രേ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ ഇതാണെങ്കിൽ ഞാൻ കുറഞ്ഞ ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ചെറിയ പാത്രം എടുത്തത് കേട്ടോ. ഒരുപാട് ഉണ്ടാക്കിയിട്ടില്ല. ചെറിയൊരു കുറഞ്ഞ ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടിയ കുറച്ച് ഫ്രഷ് ക്രീം വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം ഞാൻ അടിച്ച് വെച്ചത് ഒരു നോസിലിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നോസിലിൽ വേണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങളടുത്ത് പാലറ്റ് നൈഫൊക്കെ ഉണ്ടെങ്കിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഒരേപോലെ എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട് ഞാൻ സിമ്പിളായിട്ടുള്ളൊരു നോസിൽ ഇട്ട് കൊടുത്തിട്ട് ഫുള്ളായിട്ടൊന്ന് ഇതിൻ്റെ മേലാക്കി കൊടുക്കുകയാണ്. ഇത് നമുക്ക് ഡിസൈന് വേണ്ട ഒന്ന് എന്താ പറയുക ഒന്ന് ലെവൽ ചെയ്തെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നോസിൽ സിമ്പിളായിട്ടുള്ള നോസിൽ ഇട്ട് കൊടുത്തിട്ട് ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ എല്ലാം ഈ ഒരു ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് പാലറ്റ് നൈഫും ഇല്ല. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ബ്രെഡ് നൈഫ് വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ ആ ഒരു നോസിലോണ്ട് ചെയ്തുകൊണ്ട് ആ ഒരു ഷേപ്പിൽ കാണുന്നുണ്ടല്ലോ, അത് പോക്കിയിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. കേക്കിൻ്റെ പാലറ്റ് നൈഫ് ഉണ്ടെങ്കിൽ എളുപ്പമാണ് കേട്ടോ. അത് ഉണ്ടാവുമല്ലോ, ഒരുപാട് ആൾക്കാർക്ക് അടുത്ത് അത് ഉണ്ടാവും. അതുണ്ടെങ്കിൽ ഈസിയാണ്. ഇപ്പോൾ അത് കംപ്ലീറ്റ് ഞാനൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഈ ഒരു നൈഫ് വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്തു. ഇനിയിപ്പോൾ വേണ്ടിയ കുറച്ച് കൊക്കോ പൗഡറാണ്. എൻ്റെ അടുത്തുള്ള ഡാർക്ക് കൊക്കോ പൗഡറാണ് കേട്ടോ. ഏതായാലും കുഴപ്പമില്ല. എന്നിട്ട് ആ ഒരു കൊക്കോ പൗഡർ ഇതിൻ്റെ മേലെ നന്നായിട്ട് വിതറി കൊടുക്കുക. ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരു അരിപ്പയിൽ നമ്മൾ ചായൻ്റെ അരിപ്പയില്ലേ അങ്ങനത്തെ ഒരു അരിപ്പയിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ഡസ്റ്റ് ചെയ്തെടുത്താൽ മതി. കംപ്ലീറ്റ് നല്ലോണം ആ ഒരു വൈറ്റും മറയുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ കൊക്കോ പൗഡറിൻ്റെ ഒരു ടേസ്റ്റും കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി നല്ലോണം ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടിയിലുള്ള ആ ഒരു ക്രീം മറയുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. ഇപ്പോൾ അത് നന്നായിട്ട് തണുപ്പിച്ച് കൊണ്ടുവന്നതാണിത്. നല്ല തണുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് മുറിക്കുന്ന ടൈപ്പാണ്. ഇത് നമുക്ക് സ്പൂൺ കൊണ്ട് കോരണ്ടില്ല. ഇത് ജസ്റ്റ് ഒന്ന് മുറിച്ചെടുത്താൽ ഇതും ഭയങ്കരമായിട്ട് ഉറച്ച ഒരു പുഡിംഗ് അല്ല, എന്നാലും മുറിച്ചെടുക്കാൻ പറ്റുന്ന ആവശ്യത്തിന് നമുക്ക് ഇങ്ങനെ പീസായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഇതിലാണ് ഇത് വരിക. ഇതും ഞാൻ പറയാം നല്ല അടിപൊളി ടേസ്റ്റിയാണ്, സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. ഈ ഇന്ന് കാണിച്ച 2 ഡെസേർട്ടും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒന്നും നോക്കണ്ട, അടിപൊളിയാണ്. 100-101% ഞാൻ ഉറപ്പ് വരുന്ന 2 ഡെസേർട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പെരുന്നാളൊക്കെയാണ് വരുന്നത്, ഗസ്റ്റൊക്കെ വിളമ്പാൻ പറ്റുന്ന നല്ല അടിപൊളി 2 ഡെസേർട്ടാണ് ഇന്ന് കാണിച്ചേട്ടോ. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.